ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇഡ്ഡലിയും തേങ്ങയില്ലാത്തൊരു ചട്നിയും തേങ്ങ കൂട്ടിയൊരു ചട്നിയും തയ്യാറാക്കാം. അതിന് ആദ്യം 2 ഗ്ലാസ് പച്ചരിയിൽ 1 ഗ്ലാസ് പൊന്നിയരിയും 1 ഗ്ലാസ് ഉഴുന്നും ചേർത്ത് 2 സ്പൂൺ ഉലുവയും ചേർത്ത് കുതിരാൻ വെക്കുക. നല്ലപോലെ കുതിർന്നതിന് ശേഷം അത് അരച്ച് പുളിക്കാൻ വെച്ച മാവാണിത്. ഇഡ്ഡലി തട്ട് വെച്ച് അതിലേക്ക് ഓയിൽ പുരട്ടി ഓരോ തവി വെച്ച് നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇല്ലാത്ത ചട്നി തയ്യാറാക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പരിപ്പ് ഇടുക. പരിപ്പൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇടുക. 2 വല്ലുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതും ചേർക്കുക. വല്ലുള്ളിയും വെളുത്തുള്ളിയും 2 തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴറ്റുക. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ വഴറ്റുക. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് അരച്ചെടുത്ത പേസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിന് കടായിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഒഴിക്കുക. കറി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഇനി നമുക്ക് തേങ്ങ ഉപയോഗിച്ചൊരു ചട്നി തയ്യാറാക്കാം. തേങ്ങയും 4 ചെറിയുള്ളിയും 3 പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചേർത്ത് ഉപ്പും ചേർത്ത് അരയ്ക്കുക. അതിനുശേഷം ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ചേർത്ത് അതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും ചേർക്കുക. ഇഡ്ഡലിയും ചട്നിയും തയ്യാർ.